വളരെ വിശേഷപ്പെട്ട സാഹിത്യത്തിൽ നമുക്ക് അനിതര സാധാരണമായ ഭാഷാശൈലിയോടുകൂടിയാണ് എല്ലാത്തരം സ്തുതികളും എഴുത്തച്ഛൻ നിർവഹിച്ചിരിക്കുന്നത്. വാൽമീകി രാമായണത്തിൽ രാമൻ ഒരു ദൈവിക ഭാവം ഇല്ലാത്ത ആളാണെങ്കിൽ അധ്യാത്മരാമായണത്തിൽ രാമന് വളരെയധികം ദൈവികമായ സ്ഥാനം നൽകിക്കൊണ്ടാണ് എഴുത്തച്ഛൻ്റെ രചനകൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവിടെ ആ അഹല്യാസ്തുതിയിൽ അത്തരത്തിലുള്ള വളരെ വിശേഷപ്പെട്ട വരികളൊക്കെ നമുക്ക് കാണാവുന്നതാണ്. അങ്ങനെ അതിനുശേഷം വിശ്വാമിത്രൻ രാമ ലക്ഷ്മണന്മാരെ മിഥിലാപുരിയിലേക്ക് നയിക്കുകയാണ്. ഇനി സമയം കളയാനില്ല, നമുക്ക് ഉടൻ തന്നെ മിഥില രാജ്യത്തേക്ക് കടക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവരെയും കൊണ്ട് മിഥില രാജ്യത്തിലേക്ക് പോകുന്നു. അവിടെ എത്തി കാലം വൃഥാ കളയരുത്, അദ്ദേഹം പണ്ടേ പറയുന്നതാണ്. നാളെ കഴിഞ്ഞ ദിവസം നമ്മൾ പറയുമ്പോൾ സമയം കളയാനില്ല, ഒട്ടും തന്നെ സമയം കളയാൻ പാടില്ല. അതുകൊണ്ട് എത്രയും വേഗം നമുക്ക് മിഥിലാപുരിയിലേക്ക് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാമിത്രൻ ആ കുട്ടികളെയും കൊണ്ട് ജനക രാജധാനിയിൽ എത്തുന്നു. അവിടെ എത്തിയിട്ട് അദ്ദേഹം വിശ്വാമിത്രൻ വന്നു എന്ന് കേട്ടപ്പോൾ തന്നെ ജനക മഹാരാജാവ് തൻ്റെ പരിവാരങ്ങളോടുകൂടി അവിടെ എത്തി അദ്ദേഹത്തിന് ആവശ്യമായ പൂജകൾ ചെയ്ത് അദ്ദേഹത്തെ സ്വീകരിച്ച് ആനയിച്ച് കൊണ്ടുപോയി അഗ്രാസനത്തിലിരുത്തി അദ്ദേഹത്തെ സ്വീകരിക്കുന്ന രംഗമാണ് കാണുന്നത്. അദ്ദേഹത്തോടൊപ്പം കാണുന്ന രണ്ട് കുട്ടികൾ ചന്ദ്രസൂര്യന്മാരെ പോലെ രണ്ട് കുട്ടികളെ കൂടെ കണ്ടുകൊണ്ട് ജനക മഹാരാജാവ് ചോദിക്കുന്നു, ഇതാരാണ്? നരനാരായണന്മാരാണ്. ആരാണ് ഈ രണ്ട് കുട്ടികൾ? ഇത്ര തേജസ്വികളായ സുന്ദരന്മാരായ ഈ രണ്ട് ബാലകന്മാർ ആരാണ് അങ്ങോടൊപ്പം വന്നിരിക്കുന്നത് എന്ന് ചോദിച്ച മാത്രയിൽ ഇത് അയോധ്യാധിപതിയായ ദശരഥ മഹാരാജാവിൻ്റെ പുത്രന്മാരായ രാമനും ലക്ഷ്മണനുമാണ് എന്ന് വിശ്വാമിത്രൻ ഈ കുട്ടികളെ പരിചയപ്പെടുത്തും. അയോധ്യാധിപതി ദശരഥൻ ലോകപ്രശസ്തനാണ്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ആർക്കും പറഞ്ഞു കേൾപ്പിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് കേട്ട മാത്രമേ തന്നെ വളരെ സ്നേഹബഹുമാനോടുകൂടി ആ ദശരഥ മഹാരാജാവിനോടുള്ള സ്നേഹം മൊത്തം തന്നെ ഈ കുട്ടികളോടും ജനക മഹാരാജാവ് കാണിച്ചു. അങ്ങനെ ജനക മഹാരാജാവിൻ്റെ രാജധാനിയിൽ ആ കുട്ടികൾക്ക് ഉചിതമായ സ്വാഗതം ലഭിക്കുകയുണ്ടായി. അതിനുശേഷം സമയം കളയാതെ തന്നെ അവിടെ നടക്കുന്ന വിശേഷ ഉത്സവങ്ങളെക്കുറിച്ച് അദ്ദേഹം വിവരിച്ച് കേൾപ്പിക്കുകയും ആ കൊട്ടാരത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന വളരെ വിശേഷപ്പെട്ട ആ വില്ല് കാണുവാൻ താല്പര്യമുണ്ട് എന്ന് വിശ്വാമിത്രൻ പറഞ്ഞതനുസരിച്ച് നമ്മുടെ കുട്ടികളെ ഈ വില്ല് ഒന്ന് കാണിക്കുവാനായിട്ട് മഹാരാജാവ് പറയുകയാണ്. അതിൽ അദ്ദേഹം അതിൻ്റെ കഥയൊക്കെ പറഞ്ഞു കേൾപ്പിച്ചു. തൻ്റെ കൊട്ടാരത്തിൽ പണ്ടുപോലെ സൂക്ഷിച്ചു വച്ചിരിക്കുന്നതാണ് ഈ ശൈവജാപം. തനിക്ക് പൂർവികമായി ലഭിച്ചതാണ്. താൻ പണ്ട് അദ്ദേഹം അതോടൊപ്പം തന്നെ തൻ്റെ മകളായ സീതയുടെ കഥയോടെ പറഞ്ഞു കേൾപ്പിക്കുന്നു. തനിക്ക് തൻ്റെ രാജ്യത്ത് ഒരിക്കൽ ഒരു ഉഴവുചാലിൽ നിന്ന് സിതത്തിൽ നിന്ന് ലഭിച്ചതാണ് ഒരു പെൺകുട്ടിയെ. ആ പെൺകുട്ടിയെ താൻ വളർത്തി നാരദ മഹർഷി ഒരിക്കൽ വീട്ടിലെത്തി ഈ പെൺകുട്ടിയെക്കുറിച്ച് അവരുടെ കഥകളൊക്കെ പറഞ്ഞു കേൾപ്പിച്ചിരുന്നു തന്നോട് എന്ന കഥയോട് അദ്ദേഹം പറയുന്നു. ഉചിതമായ കരങ്ങളിൽ ഈ പെൺകുട്ടിയെ ഏൽപ്പിക്കുക എന്നുള്ളത് തൻ്റെ ഏറ്റവും വലിയ എല്ലാ പിതാക്കന്മാരുടെയും ചുമതലയാണ്. തൻ്റെ പെൺമക്കളെ ഉചിതമായ വരൻ്റെ അല്ലെങ്കിൽ പുരുഷൻ്റെ കയ്യിൽ ഏൽപ്പിക്കുക എന്നുള്ളത്. ഇവിടെ ജനക മഹാരാജാവും തൻ്റെ മകളെ ഏറ്റവും അനുയോജ്യനായ ഒരു പുരുഷനെ ഏൽപ്പിക്കണം എന്ന് ആഗ്രഹിച്ചു. അപ്പോഴാണ് നാരദ മഹർഷിയുടെ വരവ്. നാരദ മഹർഷി പറഞ്ഞതും ഈ പെൺകുട്ടി സാധാരണ പെൺകുട്ടിയല്ല, ഇവൾ ഇങ്ങനെ ഒരു പ്രത്യേക നിർദ്ദേശത്തോടു കൂടി ഭൂമിയിൽ പിറന്നതാണ്. ഇവരോടൊപ്പം തന്നെ ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിൻ്റെ അവതാരവും ഭൂമിയിൽ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം എത്തി ഈ പെൺകുട്ടിയെ വിവാഹം കഴിച്ച് ലക്ഷ്മി ദേവിയുടെ അവതാരമായ ഈ പെൺകുട്ടിയെ വിവാഹം കഴിച്ച് അവർക്ക് ഒന്നിച്ചു ചേരുന്നതിനുള്ള അവസരം ഉണ്ടാകും. അങ്ങനെ ഒരിക്കൽ ശ്രീരാമചന്ദ്ര പ്രഭു ഇവിടെ എത്തുമെന്ന കാര്യങ്ങളൊക്കെ ജനക മഹാരാജന്റെ അടുക്കൽ നാരദൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എങ്ങനെയാണ് ഇത് ശ്രീരാമചന്ദ്രനെ കണ്ടെത്തുക, പെൺകുട്ടിയെ അവർക്ക് വിവാഹം കഴിച്ചു കൊടുക്കുക എന്നതൊക്കെ ആലോചിക്കുമ്പോഴാണ് അദ്ദേഹം ഈ ശൈവജാപത്തിൻ്റെ കാര്യമൊക്കെ ഓർമ്മ വരുന്നത്. അപ്പോൾ അദ്ദേഹം ഒരു കാര്യം തീരുമാനിച്ചു, തൻ്റെ മകളെ ഉചിതമായ കൈകളിലെ ഏൽപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അങ്ങനെ ഉള്ള ആള് അവൻ വീരശുൽക്കമായിട്ട് വേണം കൊടുക്കാൻ. അതായത് വീര്യം കാണിക്കുന്ന, ധൈര്യവും വീര്യവും പരാക്രമവും ശൗര്യവും ഒക്കെ കാണിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ തൻ്റെ മകളെ കൊടുക്കുമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. അതിനുവേണ്ടി അദ്ദേഹം അത് ആവശ്യമായ പ്രചരണങ്ങളൊക്കെ നടത്തിയതനുസരിച്ച് നിരവധി ആളുകൾ രാജാക്കന്മാർ അവിടെ എത്തി
അവര് ഈ പെൺകുട്ടിയെ, സുന്ദരിയായ ഈ പെൺകുട്ടിയെ കണ്ട് മോഹിച്ച് അവിടെ വിവാഹം കഴിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ധാരാളം രാജാക്കന്മാർ അവിടെ എത്തി. പക്ഷെ എത്തിയ അവരോട് പറഞ്ഞു, നിങ്ങളുടെ ധൈര്യവും വീര്യവും ഒക്കെ കാണിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഇരിക്കുന്ന ഈ വലിയ വില്ലെടുത്ത് കുലച്ച് നിങ്ങൾ ലക്ഷ്യസ്ഥാനം ഭേദിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എൻ്റെ മകളെ തരൂ എന്ന് അദ്ദേഹം പറഞ്ഞതനുസരിച്ച് പലരും ഈ വില്ലെടുത്ത് കുലയ്ക്കാൻ ശ്രമിച്ചുവെങ്കിലും ആർക്കും അത് സാധിച്ചില്ല. അവിടെ എത്തിയ 100,000 രാജാക്കന്മാർക്ക് ആർക്കും തന്നെ ആ വില്ല് കുലയ്ക്കാനോ വില്ല് ഒന്ന് എടുക്കുവാൻ പോലും സാധിക്കാതെ പലരും മോഹാലസ്യപ്പെടുകയും പലരും അവിടെ മയങ്ങി വീഴുകയും അംഗഭംഗം വരികയൊക്കെ ചെയ്തു എന്ന് അവിടെ കവി പറയുന്നു. അങ്ങനെ ഈ നിരാശരായ രാജാക്കന്മാർ പലരും ഈ നമ്മുടെ ജനക മഹാരാജാവിനെതിരായിട്ട് യുദ്ധത്തിന് പോലും പുറപ്പെട്ടു എന്നാണ് പറയുന്നത്. വാൽമീകി രാമായണത്തിൽ അങ്ങനെ പറയുന്നുണ്ട്. തങ്ങൾക്കുണ്ടായ നിരാശ കൊണ്ട് അവർ സൈന്യത്തെ കൂട്ടി ജനക മഹാരാജാവിനോട് യുദ്ധത്തിന് പോലും പുറപ്പെട്ടു വന്നു. പക്ഷേ ദേവസേനകളുടെ സഹായത്താൽ ജനക മഹാരാജാവ് അവരെയൊക്കെ നേരിട്ട് എല്ലാം ഇരിക്കുക. ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ഇങ്ങനെ വിവാഹാലോചനയൊന്നും വരാതിരിക്കുകയാണ്. അപ്പോഴാണ് ഇവിടെ ഈ യുവസുന്ദരന്മാർ, കോമളന്മാരായ 2 ബാലകന്മാരും വിശ്വാമിത്ര മഹർഷിയോട് എത്തിയിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ഈ വില്ല് കാണണമെന്ന് ആഗ്രഹം വന്നു. ജനക മഹാരാജാവ് തൻ്റെ കിങ്കരന്മാരോട് ആജ്ഞാപിച്ചു, വില്ല് കൊണ്ടുവരിക എന്ന് ആജ്ഞാപിച്ചനുസരിച്ച് ഒരു വലിയ ഒരു 8 ചക്രങ്ങളുള്ള ഒരു വണ്ടിയിലാണ് ഈ വില്ല് സൂക്ഷിച്ചിരിക്കുന്നത്. അത് വലിയ പെട്ടിക്കകത്താണ്. ആ വാഹനം അവിടേക്ക് വലിച്ചുകൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. അതനുസരിച്ച് 5000 കിങ്കരന്മാർ കൂടിയാണ് ആ വില്ല് അടങ്ങുന്ന പേടകം അവിടത്തേക്ക് വലിച്ചുകൊണ്ട് വന്നത്. അവിടെ കൊണ്ടുവന്നു, അത് തുറന്നു. ശ്രീരാമചന്ദ്രൻ ആ വില്ല് കണ്ട് വന്ദിച്ചു. എടുത്തതിന് ശേഷം അദ്ദേഹം ചോദിച്ചു, വില്ലെടുക്കാമോ, കുലയ്ക്കാമോ, എനിക്ക് ഈ വില്ല് കയ്യിലെടുക്കാൻ സാധിക്കുമോ, ഞാനിതൊന്ന് കുലയ്ക്കാൻ നോക്കട്ടെ, അത് ചെയ്യാൻ പറ്റുമോ, അതിന് അനുവാദമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ വിശ്വാമിത്രനും ജനക മഹാരാജാവ് പറഞ്ഞു, നിനക്ക് ആകുന്നതൊക്കെ ചെയ്തോളൂ, വില്ലെടുക്കുകയോ കുലയ്ക്കുകയോ എന്ത് വേണമെങ്കിൽ ചെയ്തുകൊള്ളൂ എന്ന് പറഞ്ഞാൽ അവരുടെ അനുവാദത്തോടു കൂടി ശ്രീരാമചന്ദ്ര മഹാപ്രഭു ആ വലിയ ത്രയംബകം എന്ന ശൈവജാപത്തെ തൻ്റെ കയ്യിൽ എടുത്ത് ആ വില്ല് ഞാൻ കെട്ടി മുറുക്കുവാനുള്ള ശ്രമത്തിൻ്റെ മധ്യേ ആ വില്ല് നടുവെ വെച്ച് വലിയ ഹുങ്കാര ശബ്ദത്തോടു കൂടി ഒടിഞ്ഞു വീഴുന്ന ആ വലിയ ശബ്ദമാണ് അവിടെ കേട്ടത്. ആ വലിയ ശബ്ദം കേട്ടപ്പോൾ ഇടിവെട്ടുന്ന പോലുള്ള ഈ ഒച്ച കേട്ടിട്ട് അവിടെ മൃഗങ്ങളൊക്കെ പേടിച്ചു. മൃഗങ്ങളും അതുപോലെ തന്നെ ഉരകങ്ങൾ പേടിച്ചു എന്ന് കവി പറയുന്നു. ഉരകങ്ങൾക്ക് ഇടി പേടിയാണ്. ഉരകങ്ങൾ, അതായത് മണ്ണിൽ നടക്കുന്ന ഈ പാമ്പ് പോലുള്ള ജന്തുക്കൾ, അവർക്കൊക്കെ ഈ ഇടി ശബ്ദം പേടിയാണ്. അതേസമയം മയിൽപ്പേടകൾക്ക്, മയിലിന് ഈ ഇടി വലിയ ഇഷ്ടമാണ്. ഇടി ഇഷ്ടമാണെന്ന് വെച്ചാൽ ഇടി വരുന്നത് മഴയത്താണ്. മഴ നനയുന്നതും മഴ പെയ്യുന്നതും ഒക്കെ മയിലുകൾക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഉരകങ്ങൾ ഇത് പേടിച്ചുവെങ്കിൽ മയിലിന് ഇത് ഇഷ്ടമായി. ഉരകങ്ങൾ എന്ന് പറയുമ്പോൾ അവിടെ ദുഷ്ടരാജാക്കന്മാരും അതുപോലുള്ള മറ്റുള്ള എല്ലാ രാജാക്കന്മാരും ഈ ഹുങ്കാര ശബ്ദം കേട്ട് അവർ പേടിച്ചുപോയി. അവരുടെയൊക്കെ മനസ്സിൽ തീമഴ പെയ്തു എന്ന് പറയുന്നു. അതേസമയം മൈഥിലി മാൻപേട പോലെ, മയിൽപ്പേട പോലെ നൃത്തമാടി. ഈ ശബ്ദം കേട്ട സീതാദേവി ഒരു മയിൽപ്പേട പോലെ അവിടെ ആനന്ദ നൃത്തം ചവിട്ടി. കാരണം തനിക്ക് അനുയോജ്യനായ പുരുഷനെ തൻ്റെ പിതാവ് കണ്ടെത്തിയിരിക്കുന്നു എന്ന സന്തോഷം കൊണ്ട് മൈഥിലിക്ക് ആനന്ദ നൃത്തം വന്നു എന്ന് ഇവിടെ കവി പറയുന്നു. മൈഥിലി മയിൽപ്പേട പോലെ നൃത്തമാടി എന്ന് പറയുന്നു. അങ്ങനെ ആ കൊട്ടാരം മൊത്തം ഈ ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോൾ ആനന്ദ സാഗരത്തിൽ ആറാടി. നാട് മൊത്തം വലിയ താളമേളങ്ങളും മേളക്കൊഴുപ്പുകളും ആകപ്പാടെ വലിയ ആഹ്ലാദ ശബ്ദങ്ങൾ, ആരവങ്ങൾ, ജനങ്ങളൊക്കെ ആകപ്പാടെ സന്തോഷത്തോടു കൂടി ഈ വില്ല് ഒടിഞ്ഞ ശബ്ദം കേട്ടപ്പോഴേ തൻ്റെ രാജകുമാരിയുടെ വിവാഹം അതാ നടക്കാൻ പോകുന്ന സന്തോഷം, അത് ഈ വില്ലൊടിക്കാൻ തക്ക ധീരനായ, ശൂരനായ, പരാക്രമിയായ, വീര്യവാനായ ഒരു യുവാവ് ഇവിടെ എത്തിയിരിക്കുന്നു എന്ന വാർത്ത കാട്ടുതീ പോലെ പരന്നു. ആ രാജ്യമെങ്ങും പെട്ടെന്ന് തന്നെ ആ സന്തോഷം കൊണ്ട് അലയടിച്ചു. ഈ അവസരത്തിൽ ജനക മഹാരാജാവ് പറഞ്ഞു, വിശ്വാമിത്രൻ ജനക മഹാരാജാവോട് പറഞ്ഞു, മകളെ ഇങ്ങോട്ട് കൊണ്ടുവരിക എന്ന് പറഞ്ഞു. അങ്ങനെ അതനുസരിച്ച് ജനക മഹാരാജാവിൻ്റെ പുത്രി, ജനകൻ്റെ മകളായതുകൊണ്ട് അവൾ ജാനകിയായി. മിഥിലാപുരിയിലെ പുത്രിയായതുകൊണ്ട് അവൾ മൈഥിലിയായി. അതുപോലെ തന്നെ സിതത്തിൽ നിന്ന് അതായത് ഉഴവുചാലിൽ നിന്ന് കിട്ടിയതുകൊണ്ട് അവൾ സീതയായി. അങ്ങനെ പല പല പേരുകളിൽ അറിയപ്പെടുന്ന സീത എന്ന, മൈഥിലി എന്ന, ജാനകി എന്ന ഈ പെൺകുട്ടിയെ ആ കൊട്ടാരത്തിലേക്ക്, ആ രാജസന്നിധിയിലേക്ക് സർവാലങ്കാര ഭൂഷിതയായിട്ട് അവരുടെ സഹോദരിമാരും അമ്മമാരും ഒക്കെ ദാസിമാരും എല്ലാം കൂടി ചേർന്ന് അവിടെ പെട്ടെന്ന് തന്നെ അണിയിച്ചൊരുക്കി വളരെ അതിസുന്ദരിയായ സീതാദേവി ആ
വേദിയിലേക്ക് കടന്നു വരികയാണ്. ആ കടന്നു വന്ന സീതാദേവി 2 മാലയാണ് ശ്രീരാമൻ ഇട്ടതെന്ന് അവിടെ എഴുത്തച്ഛൻ പറയുന്നു. ആദ്യമേ ഒരു നീലോത്പല മാല ഇട്ടു എന്ന് പറയുന്നു. ആ മാല ഇട്ടത് തൻ്റെ കണ്ണുകൾ കൊണ്ടാണ്. കണ്ണുകൾ കൊണ്ടൊരു മാല ഇട്ടു, ഒരു കരിങ്കൂവള മാല. തൻ്റെ നീണ്ടു കിടക്കുന്ന കണ്ണുകൾ കൊണ്ട് ആ പാടെ ആ സുന്ദരനായ കൃഷ്ണനെ ഒന്ന് നോക്കി. ആ നോട്ടം ഒരു മാലയിടിയിൽ തുല്യമായിരുന്നു എന്ന് ഇവിടെ എഴുത്തച്ഛൻ പറയുന്നു. അങ്ങനെ ആദ്യം നീലോത്പല മാലയിട്ടു, നേത്രങ്ങളാൽ നീലോത്പല മാലയിട്ടു എന്ന് പറയുന്നു. അതിനുശേഷം വരണമാല്യം ഇട്ടു. രണ്ടാമതാണ് ഈ പൂമാല ആ യുവാവിൻ്റെ കഴുത്തിലേക്ക് ഇടുന്നത്. വരണമാല്യം ഇട്ട് ആ സ്വയംവരം എന്ന ചടങ്ങ് നിർവഹിച്ചു. ഉടൻ തന്നെ വിശ്വാമിത്രൻ പറഞ്ഞു, നമുക്ക് ദശരഥനെ വിവരം അറിയിക്കണം, അദ്ദേഹത്തെ വരുത്തണമെന്ന് പറഞ്ഞനുസരിച്ച് ജനക മഹാരാജാവ് ഉടൻ തന്നെ ആളിനെ അയച്ചു. തൻ്റെ ഭൃത്യന്മാരെ, തൻ്റെ കിങ്കരന്മാരെ അയോധ്യയിലേക്ക് അയച്ചു. ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ മകനായ രാമൻ ഇവിടെ എത്തി ഒരു മത്സരത്തിൽ പങ്കെടുത്ത് വിജയിച്ച് ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കാനുള്ള യോഗ്യത നേടി എന്ന വിവരം അറിയിച്ചുകൊണ്ട് ആ വിവാഹം നടത്തിക്കൊടുക്കുവാൻ എത്രയും വേഗം എത്തിച്ചേരണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ജനക മഹാരാജാവിൻ്റെ സന്ദേശവുമായിട്ട് കിങ്കരന്മാരെ അയോധ്യയിലേക്ക് പുറപ്പെട്ടു. അവർ 3-ാം പക്കം അവിടെ എത്തിയെന്നും അവിടെ എത്തിയതിൻ്റെ വ്യത്യാസം തന്നെ അവിടെ നിന്ന് ദശരഥനും പരിവാരങ്ങളും വസിഷ്ഠനും അരുന്ധതിയും ജാബാലിയും എന്ന് വേണ്ട അവിടുത്തെ ദശരഥനും അദ്ദേഹത്തിൻ്റെ പത്നിമാരും ഗുരുവും സേനാനായകന്മാരും മന്ത്രിമാരും എന്ന് വേണ്ട വലിയ പരിവാരങ്ങളോടുകൂടി അവരെല്ലാവരും കൂടി ചേർന്ന് ആ ജനക മഹാരാജാവിൻ്റെ മിഥിലയിലേക്ക് പുറപ്പെട്ടു. അവരവിടെ എത്തി ഉത്തരം നാളിൽ വിവാഹം നടത്തണമെന്ന് തീരുമാനിച്ചു. അങ്ങനെ അടുത്ത് വന്ന ഇവിടെ എത്തിക്കഴിഞ്ഞ് അടുത്ത് വന്ന ഉത്തര ദിവസം, അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ തന്നെ ദശരഥ മഹാരാജാവോട് ജനകൻ പറഞ്ഞു, എനിക്ക് 4 മക്കളുണ്ട്, അങ്ങേക്ക് 4 മക്കളുണ്ടല്ലോ, ആ 4 പേരെയും എനിക്ക് എൻ്റെ 4 മക്കളെ, 4 പെൺമക്കളെ അങ്ങേക്ക് തരാം, അങ്ങയുടെ മക്കൾക്ക് തരാമെന്ന്. വാൽമീകി രാമായണത്തിൽ പറയുന്നു, ജനക മഹാരാജാവിന് 2 പെൺമക്കളും അദ്ദേഹത്തിൻ്റെ അനുജനായ കുശധ്വജൻ എന്ന് പറയുന്ന ആളിന് 2 മക്കളും ഉണ്ടായിരുന്നത് എന്ന് പറയുന്നു. വാൽമീകി എഴുത്തച്ഛൻ രാമായണത്തിൽ അങ്ങനെ പറയുന്നില്ല, എനിക്ക് 4 മക്കളുണ്ട്. അനിയൻ്റെ മക്കളും അദ്ദേഹത്തിൻ്റെ പുത്രി സമന്മാരാണ് എന്നുള്ളത് കൊണ്ടാണ് പ്രത്യേകം എടുത്ത് പറയാത്തതെന്ന് നമുക്ക് വിചാരിക്കാം. എന്തായാലും എനിക്ക് 4 പെൺമക്കളുണ്ട്, അങ്ങയ്ക്കും 4 മക്കളുണ്ടല്ലോ, നമുക്ക് ആ മക്കളെയൊക്കെ അങ്ങോട്ട് തരാമെന്ന് പറഞ്ഞുകൊണ്ട് എന്തായാലും ആ ശുഭമുഹൂർത്തത്തിൽ ഈ 4 പേരുടെയും വിവാഹം അവിടെ ആർഭാടപൂർവ്വം ആഘോഷിക്കുകയാണ്. എന്നിട്ട് ആഘോഷത്തിന് ശേഷം ഇദ്ദേഹം വളരെ കനപ്പെട്ട, വളരെ വിലപിടിച്ച വലിയ ധനങ്ങളൊക്കെയാണ് ജനക മഹാരാജാവ് തൻ്റെ പുത്രിമാർക്കായി കൊടുക്കുന്നത്. അതിനെക്കുറിച്ച് വർണ്ണിക്കുന്നുണ്ട്. എത്രയോ തോരക്കണക്കിന് സ്വർണ്ണങ്ങൾ, ആനകൾ എന്ന് വേണ്ട ആ കൊടുത്തതിൻ്റെ കണക്കൊക്കെ വളരെ വിസ്താരപൂർവ്വം ഇവിടെ വിവരിക്കുന്നു. അതൊക്കെ നമുക്ക് വിവരിക്കാൻ സമയമില്ല. അങ്ങനെ സന്തോഷമായിട്ട് എല്ലാവരും കൂടി ചേർന്ന് തിരിച്ച് 1-2 ദിവസം അവിടെ കഴിഞ്ഞതിന് ശേഷം തിരികെ അവരെ അയോധ്യയിലേക്ക് പുറപ്പെടുകയാണ്. അയോധ്യയിലേക്ക് പുറപ്പെട്ട് സന്തോഷപൂർവ്വം പുറപ്പെടാൻ തീരുമാനിച്ചു. ഇപ്പോൾ വിശ്വാമിത്രൻ തൻ്റെ ജോലികളൊക്കെ തീർത്തു കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ജോലികൾ പരിപൂർണമായി അദ്ദേഹം തൻ്റെ കർത്തവ്യങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ശരി, എനിക്കിനി പോകാൻ സമയമായി, ഞാനിതാ എൻ്റെ ജോലികളൊക്കെ അവശേഷിപ്പിച്ച് എല്ലാം പൂർത്തിയാക്കിയതിനു ശേഷം ഞാൻ പോവുകയാണെന്ന് പറയുമ്പോൾ അദ്ദേഹം മഹേന്ദ്ര പർവ്വതത്തിലേക്ക് വീണ്ടും തപസ്സിനായി അവിടെ നിന്ന് പോവുകയാണ്. തുടർന്ന് ഈ വലിയ ഘോഷയാത്ര വധൂവരന്മാരും ഈ രാജകിങ്കരന്മാരും രാജാവും ഭാര്യമാരും സേനാനായകന്മാരും മന്ത്രിമാരും അതുപോലെ തന്നെ ഇവരെല്ലാം അടങ്ങിയ വലിയ ഘോഷയാത്ര അങ്ങോട്ട് കടന്നു വരുന്ന വഴിക്ക് ചില അശുഭ ചിഹ്നങ്ങൾ കാണാനിടയായി എന്ന് അവിടെ കവി പറയുന്നു. അപ്പോൾ ദശരഥൻ വസിഷ്ഠനോട് ചോദിക്കുന്നു, എന്താണ് ഇങ്ങനെയുള്ള ചില അശുഭ ചിഹ്നങ്ങൾ കാണാൻ, എന്താണ് ചില അപശകുനങ്ങൾ കാണാൻ എന്താണ് കാരണം? അപ്പോൾ വസിഷ്ഠൻ പറഞ്ഞു, പേടിക്കേണ്ട, ഇപ്പം കുറച്ച് ചില ദോഷങ്ങളൊക്കെ ഉണ്ടാകാൻ പോവുകയാണ്, ചില കുഴപ്പങ്ങളൊക്കെ ഇപ്പോൾ സംഭവിക്കും, പക്ഷെ അത് സാരമില്ല, അത് പെട്ടെന്ന് മാറും. പെട്ടെന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നീട് ദീർഘമായ ഐശ്വര്യത്തിനാണ് ഇടയുണ്ടാകുക എന്ന് വസിഷ്ഠൻ ദശരഥനെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നു. അങ്ങനെ വരുന്ന വഴിക്ക് അതിൻ്റെ മാർഗമധ്യയെ കാണായി വരുന്നു, പരശുരാമനെ കാണായി വരുന്നു. മഹാദേവന്റെ കയ്യിൽ നിന്ന് വരങ്ങൾ നേടിയ ക്ഷത്രിയ കുലത്തെ 21 പ്രാവശ്യം വധിച്ച് മുടിച്ച 21 വട്ടം ക്ഷത്രിയന്മാരെ മൊത്തം കുലം മൊത്തം നശിപ്പിച്ച് വധിച്ചു കഴിഞ്ഞ ആ പരശുരാമൻ, കോടാലിയന്റെ മഴുവേന്തിയ രാമൻ, അദ്ദേഹം വളരെ ക്രുദ്ധനായിട്ട് വന്ന് വഴിമധ്യം നിൽക്കുകയാണ്.
ശ്രീരാമനും സംഘവും ഒരു ക്ഷത്രിയന്മാരാണ്. ക്ഷത്രിയന്മാരോടുള്ള വൈരാഗ്യം അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട്. അവർ തീർച്ചയായും തങ്ങളെ ആക്രമിക്കുന്നു പേടിച്ചുകൊണ്ട് ദശരഥ മഹാരാജാവിന് ഭയങ്കരമായ ഭയമായി. അപ്പോൾ അദ്ദേഹം പരശുരാമനോട് പറഞ്ഞു, അങ്ങനെ ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങളെ ആക്രമിക്കരുത്, ഞങ്ങളിങ്ങനെ മംഗളകർമ്മം ചെയ്ത് വരികയാണ് എന്ന് പറഞ്ഞു. പരശുരാമൻ പറഞ്ഞു, വില്ലാടി വീരനാണ്, വീരപരാക്രമിയാണ് അദ്ദേഹം, ഉഗ്ര തപസ്വിയാണ്, അദ്ദേഹത്തോട് നേരിട്ട് ഏറ്റുമുട്ടി ജയിക്കാനും നോക്കത്തില്ല. ദശരഥനായാൽ പോലും പരശുരാമനോട് ഏറ്റുമുട്ടി ജയിക്കാനൊന്നും സാധിക്കുന്ന ആളല്ല. അദ്ദേഹത്തോട് അനുനയത്തിന്റെ ഭാഷയിൽ, വിനയത്തിന്റെ ഭാഷയിൽ സംസാരിക്കാൻ മാത്രമേ മാർഗമുള്ളൂ. അതുകൊണ്ട് തന്നെ ദശരഥൻ വിശ്വാമിത്രനോട് പരശുരാമനോട് വളരെ സ്നേഹത്തോടെയും വിനയത്തോടെയും അഭ്യർത്ഥിച്ചു, തങ്ങളുടെ വഴിക്ക് വിടണം, അങ്ങ് ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞെങ്കിലും അതൊന്നും കൂട്ടാക്കാതെ വളരെ ക്ഷോഭത്തോടു കൂടി, വളരെ ക്രോധത്തോടു കൂടി പരശുരാമൻ ശ്രീരാമനോട് ഏറ്റുമുട്ടാൻ ഒരുങ്ങുകയും ചോദിക്കുന്നു, ഞാനൊഴിഞ്ഞുണ്ടോ രാമൻ ഈ ത്രിഭുവനത്തിങ്കൽ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ അദ്ദേഹത്തിന്റെ സംഭാഷണം. നീ ക്ഷത്രിയനാണെങ്കിൽ, ക്ഷത്രിയ കുലത്തിൽ ജനിച്ചവനാണെങ്കിൽ നീ എന്നോട് ഒന്ന് ഏറ്റുമുട്ട്. എൻ്റെ കയ്യിൽ നീ ഇപ്പോൾ ഇതാ ശൈവജാപം കണ്ടിച്ചല്ലോ, എൻ്റെ കയ്യിൽ വേറൊരു വില്ലുണ്ട്. ഈ ശൈവജാപത്തോടൊപ്പം തന്നെ ദേവ ശില്പിയായ മയൻ നിർമ്മിച്ച മറ്റൊരു വില്ലാണ് എൻ്റെ കയ്യിലുള്ളത്, അത് വൈഷ്ണവജാപമാണ്. നീ ഇപ്പോൾ ശൈവജാപം ഖണ്ഡിച്ച് അതിൻ്റെ ബലത്തിലാണല്ലോ നടക്കുന്നത്. നീ സമർത്ഥനാണെങ്കിൽ, മിടുക്കനാണെങ്കിൽ, ആണായി പറഞ്ഞവനാണെങ്കിൽ, ക്ഷത്രിയനാണെങ്കിൽ നീ ഈ വൈഷ്ണവ ജാപം കൂടി ഒന്ന് ഖണ്ഡിച്ചതാ, എങ്കിൽ ഞാൻ നിന്നെ അംഗീകരിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ ദേഷ്യപ്പെട്ടുകൊണ്ട് വളരെ ക്ഷുഭിതനായിട്ട് ഈ മാർഗം തടഞ്ഞുകൊണ്ട് പരശുരാമൻ കയറി വഴിയിൽ നിൽക്കുന്നു. ശ്രീരാമൻ വളരെ വിനയത്തോടു കൂടി പരശുരാമനോട് സംഭാഷണം ചെയ്യുന്നു. അങ്ങ് എത്രയോ വലിയ തപസ്വിയായ ആ പ്രായമുള്ള വളരെ പക്വതയുള്ള വ്യക്തിയാണ്, ഞാനൊരു ശിശുവാണ്, ഞാൻ കുഞ്ഞാണ്, കുട്ടിയാണ്. അങ്ങനെപ്പോലൊരു മഹാരഥനായ ആളിനോട് നേരിട്ട് ഏറ്റുമുട്ടാനോ യുദ്ധം ചെയ്യാനോ അങ്ങയോട് ഒന്നും പരാക്രമം കാണിക്കുവാനോ ആളല്ല ഞാൻ. അങ്ങ് എന്നോട് അങ്ങനെയൊന്നും പറയരുത്, എൻ്റെ ഭാഗത്ത് ഇങ്ങനെ തെറ്റുണ്ടെങ്കിൽ അങ്ങ് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവസാനം ശ്രീരാമൻ പറയുന്നു, ഒരു കാര്യം ചെയ്താട്ട് അങ്ങയുടെ കയ്യിലുള്ള ആ വൈഷ്ണവരാമം ഒന്ന് കാണിച്ചാട്ട് ഞാൻ വില്ലിഞ്ഞു തന്നാലും ഞാൻ ആകിലോ കുലച്ചിടാം, ഇല്ലെങ്കിൽ തിരുവുള്ളക്കേട് ഉണ്ടാകവേണ്ട എന്നാ പറയുന്നത്. അങ്ങ് ആ വില്ല് അങ്ങയുടെ കയ്യിലിരിക്കുന്ന വൈഷ്ണവരാമം എൻ്റെ കയ്യിൽ തന്നാട്ട് ഞാൻ നോക്കട്ടെ, ആകുമെങ്കിൽ എന്നെ കൊണ്ട് ഒക്കുവാണെങ്കിൽ അതൊന്ന് കുലയ്ക്കാം, ഇല്ലെങ്കിൽ അങ്ങ് പിണങ്ങരുത് എന്ന് പറഞ്ഞുകൊണ്ട് വൈഷ്ണവജാപം പരശുരാമന്റെ കയ്യിൽ നിന്നും ശ്രീരാമൻ വാങ്ങിക്കുന്നു. അദ്ദേഹം ആ വില്ല് കുഴിയെ കുരച്ചുകൊണ്ട് അത് ബാണം കൊടുത്തുകൊണ്ട് ചോദിക്കുന്നു, ഈ ബാണത്തിന്റെ ലക്ഷ്യം കാട്ടിത്തരണം, മാർഗണം കാട്ടിത്തരണം, എൻ്റെ അമ്പ് എവിടെ പോയി പതിക്കണമെന്ന് അങ്ങ് കാണിച്ചു തരണം, ഇതിന്റെ വില്ലിന്റെ ഈ ശരത്തിന്റെ ലക്ഷ്യം അങ്ങ് കാണിച്ചു തരണം എന്ന് പറഞ്ഞപ്പോൾ പരശുരാമൻ സർവ ഗർവങ്ങളൊക്കെ ശമിച്ചുകൊണ്ട്, അഹങ്കാരങ്ങളൊക്കെ ശമിച്ചുകൊണ്ട് താഴെ ഇറങ്ങി ശ്രീരാമചന്ദ്രന്റെ മുമ്പിൽ കാലുകൾ മുത്തി നമസ്കരിച്ചുകൊണ്ട് ശ്രീരാമചന്ദ്രനെ സ്തുതിക്കുന്ന രംഗമാണ് നമ്മൾ അടുത്തതായി കാണുന്നത്. അദ്ദേഹം പറയും, ഞാൻ നോക്കി നടക്കുകയായിരുന്നു, അല്ലയോ വൈഷ്ണവ തേജസ്സിന്റെ പ്രതീരൂപമായ നാരായണ, അല്ലയോ ശ്രീരാമചന്ദ്ര മഹാപ്രഭു, ഞാൻ അങ്ങയെ കാണുവാനായി കാത്തിരിക്കുകയായിരുന്നു. ഞാൻ ഈ ഞാൻ ഇത്രയും വർഷങ്ങളെ ഘോരമായ തപസ്സുകളിൽ ഞാൻ ആർജിച്ച ഈ തപശക്തിയെല്ലാം എങ്ങനെയാണ് നിന്നിലേക്ക് ആക്കിയിട്ട് എനിക്കിവിടുന്ന് പോകണം, എനിക്ക് ഭൂമിയിൽ നിന്ന് പോകാൻ സമയമായിരിക്കുന്നു, എനിക്കിവിടുന്ന് പോകണമെങ്കിൽ ഞാൻ ആർജിച്ച ഈ തപോബലവും ഈ വീര്യവേഗങ്ങളും ശക്തികളും എല്ലാം തന്നെ നാരായണ പ്രതിരൂപമായ നിന്നിൽ തന്നെ സമർപ്പിച്ചെങ്കിലേ എനിക്ക് പോകാൻ സാധിക്കത്തുള്ളൂ. അതിനുവേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു, അതിനുവേണ്ടിയാണ് ഞാൻ ഇങ്ങനെ മാർഗം കണ്ടെത്തിയത്. അപ്പോൾ നിന്നെ ഇവിടെ കാണാൻ സാധിച്ചത് എൻ്റെ മഹാഭാഗ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീരാമചന്ദ്രനെ പരശുരാമൻ വളരെ ഏറെ നേരം സ്തുതിക്കുന്നു. എന്നിട്ട് പറയുന്നു, ഞാൻ ആർജിച്ച ഈ പുണ്യങ്ങളാൽ ഇതെല്ലാം നിന്നിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു, അതിലേക്ക് നിന്റെ ബാണം അയച്ചാലും എന്ന് പറഞ്ഞുകൊണ്ട് താൻ ആർജിച്ച ബഹുജന്മാർജിതമായ ഈ താപോ പുണ്യങ്ങളെല്ലാം ആ വരവിലങ്ങളെല്ലാം തന്നെ ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിനെ ആക്കിക്കൊണ്ട് ആവശ്യമായ എല്ലാ ദിവ്യ അസ്ത്രങ്ങളും ഘോരമായ വളരെ ദിവ്യമായ വിദ്യകളൊക്കെ ഉപദേശിച്ചുകൊണ്ട് പരശുരാമൻ അവിടെ നിന്ന് അദ്ദേഹവും മഹേന്ദ്ര പർവ്വതത്തിലേക്ക് തിരികെ പോകുന്ന രംഗമാണ് നമ്മൾ കണ്ടത്. അതിനുശേഷം ഈ ഘോഷയാത്ര തുടർന്ന് അവർ അയോധ്യയിലേക്ക് പോവുകയും അയോധ്യയിൽ എത്തിച്ചേർന്ന് അവിടെ അവർ വളരെ സന്തോഷമായിട്ട് ശ്രീരാമചന്ദ്ര പ്രഭുവും അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരും പത്നിമാരോടും മാതാപിതാക്കന്മാരോടും ഒക്കെ സന്തോഷമായിട്ട് കഴിയുന്നു. പ്രജകൾക്കൊക്കെ ശ്രീരാമചന്ദ്രനെ വളരെ ഇഷ്ടമായി. അദ്ദേഹത്തോടുള്ള വാത്സല്യവും സ്നേഹവും ദിവസവും കൂടി വരികയാണ്. അങ്ങനെയുള്ള ആ ജീവിതം അയോധ്യയിൽ ശ്രീരാമചന്ദ്രനും സഹോദരന്മാരും ഭാര്യമാരും മാതാപിതാക്കളും എല്ലാം കൂടി ചേർന്ന് സന്തോഷപൂർവ്വം ദിവസങ്ങൾ തള്ളിയവർക്കെ ഒരു ദിവസം ഭരതനോട് രാജാവ് പറഞ്ഞു, നിന്റെ അമ്മാവനായ
എന്താണ് അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ടല്ലോ, നിന്നെ കൊണ്ടുപോകാൻ വന്നതല്ലേ, നീ ഒരു കാര്യം ചെയ്യൂ, കുറച്ച് നാൾ അമ്മാവൻ്റെ കൂടെ പോയി നിന്നോളൂ എന്ന് പറഞ്ഞ് ഭരതനെ തൻ്റെ അമ്മാവൻ്റെ കൂടെ പറഞ്ഞയച്ചുകൊണ്ട് അവർ ശ്രീരാമചന്ദ്രൻ പ്രഭുവും അദ്ദേഹത്തിൻ്റെ സഹോദരനും കൂടി അവിടെ കുറച്ച് നാൾ കൂടെ അവർ വീണ്ടും അവിടെ ഇങ്ങനെ കഴിയുന്നു. ഈ രംഗത്തോടു കൂടിയാണ് നമ്മൾ ഈ ബാലകാണ്ഡം എന്ന് പറയുന്ന ഭാഗം സമാപിച്ചത്. ഇത്രയും ആണ് നമുക്ക് ഇന്ന് വായിച്ച ഭാഗങ്ങൾ. തുടർന്നുള്ള കാര്യങ്ങൾ നമുക്ക് ദിവസം ചർച്ച ചെയ്യും.